നമസ്കാരം. പീപ്പിൾസ് കേരളയിലേക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് ബേപ്പൂർ മണ്ഡലത്തിലാണ്. UDF-ന് വേണ്ടി PV അൻവറും LDF-ന് വേണ്ടി മുഹമ്മദ് റിയാസും BJP-ക്ക് വേണ്ടി പ്രകാശ് ബാബുവും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ആർക്കായിരിക്കും വിജയലക്ഷ്യം? പീപ്പിൾസ് കേരള പബ്ലിക് ഒപ്പീനിയനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പബ്ലിക് ഒപ്പീനിയനിൽ പങ്കെടുക്കുന്നത് 250 പേരാണ്. ഇനി ബേപ്പൂർ മണ്ഡലത്തിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? റിയാസ് ഇവിടെ പുരോഗതി കൊണ്ടുവരുന്ന റിയാസ് തന്നെയാണ്. വേറെ കോൺഗ്രസിനൊക്കെ വാഗ്ദാനമുള്ളൂ, വേറെ ഒന്നുമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇവിടെ ഒരുപാട് കണ്ട നാട്ടിൽ ജനിച്ചോണ്ട് കണ്ടാണ്. ഇവിടെ കുറെ ജീവിക്കും നമ്മള്, അതുകൊണ്ട് കണ്ടാണ്. അൻവറല്ലാതെ വേറെ ആരാ ജയിക്കാൻ? അങ്ങനെ പറയുന്നത് അൻവർ വികസനം ചെയ്യും. കാരണം നിലമ്പൂർ മണ്ഡലത്തിൽ അൻവർ വികസനം ചെയ്ത് നമുക്ക് കാണാൻ അറിയാലോ. അതുപോലെ വികസനം ഇവിടെയും വരും. അതുകൊണ്ടാണ് റിയാസിന് തന്നെയാണ് സാധ്യത. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നല്ല വികസനം നടന്നിട്ടുണ്ട്. പിന്നെ ഒരു ശക്തമായിട്ടുള്ള ഒരു നേതാവാണ്. പിന്നെ വാക്കിന് വിലയുള്ളൊരു ആളാണ്. പിന്നെ യുവാക്കളോടായിട്ട് നല്ല ബന്ധമുള്ളൊരു നേതാവാണ്. തീർച്ചയായിട്ടും അൻവർ ജയിക്കുന്നതാണ്. അൻവർ ജയിക്കണമെന്നാണ്. എന്തുകൊണ്ടാ മാറ്റം വരണമെന്നുള്ള ആഗ്രഹിക്കുന്നു മണ്ഡലത്തില്. റിയാസ്. എന്തുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയുന്നത്? റിയാസിനെയാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. എനിക്ക് കൂടുതൽ ഇഷ്ടം. അതെന്താ ഇഷ്ടപ്പെടാൻ കാരണം? പുള്ളി ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ഓക്കെയാണ്. റിയാസ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതുകൂടെ നല്ല കാര്യങ്ങളൊക്കെ റിയാസ് ചെയ്ത് ഇഷ്ടംപോലെ വികസനങ്ങൾ കൊണ്ടുവന്നതിന് സാധ്യത ഉണ്ടെന്ന് പറയുന്നത്. സാധ്യത ഉണ്ട്. എന്തായാലും റിയാസിനാണല്ലോ കഴിഞ്ഞ 28,000 വോട്ടിനാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. ഇപ്രാവശ്യം ജയിക്കാൻ സാധ്യത ഉണ്ട്. അൻവർ. എന്തുകൊണ്ട് അൻവറിന്റെ പേര് പറയുന്നത്? പുതുമുഖം ആണ്. അതുകൊണ്ടാണ്. അതെ. റിയാസ്. എന്തുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയുന്നത്? അങ്ങനെ ഇവിടെ ജയിക്കില്ലേ? ആണോ? അതുകൊണ്ടാണ്. ആര് ജയിക്കാന്ന് വെച്ചാൽ BJP സർക്കാർ ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ബാബു ജയിക്കുന്ന പറയുന്നത്. ബേപ്പൂരിൽ ബാബുവാണ്. എല്ലാവരും നാട്ടുകാർക്കൊക്കെ വിവരം വെച്ച് തുടങ്ങിയല്ലോ. അതുകൊണ്ടാണ് BJP വരുന്നത്. വരണം. വിവരം വെക്കുമ്പോ BJP വരും. വരണം. അതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയാണ് കഥ. അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ വരാത്തത് അല്ലേ? അതുകൊണ്ടാണ് വിവരം ഉണ്ടായതുകൊണ്ടാണ് വരാത്തത്. പറയുമ്പോ മോശമല്ലേ? ജയിക്കാനല്ല അപ്പം പറയാ. നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് വെച്ച് പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് റിയാസാണ് ചാൻസ്. എന്തുകൊണ്ടാണ് റിയാസിന് പറയുന്നത്? ഒന്ന് ഡെവലപ്മെന്റ്സ് അനുസരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ആണോ? അതുകൊണ്ടാണോ എന്നുള്ളതാണ്. കെട്ടാണ് അൻവർ ജയിക്കണം. ആണോ? അങ്ങനെയാണ് അവസ്ഥ. എന്നാലും മുഹമ്മദ് റിയാസിനെ ചാൻസ് കൂടുതലുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? റിയാസിനെ ഇവിടെ എല്ലാവർക്കും നാട്ടുകാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ കുറെ വികസനങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജയിക്കുന്ന പറയുന്നത്. അതുകൊണ്ട് ജയിക്കാനാണ് ചാൻസ്. ഇവിടെ PV അൻവറിനാണ് സാധ്യത. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അദ്ദേഹത്തിന് ഇവിടെ പ്രചരണം വമ്പിച്ച പ്രചരണമാണ് നടത്തുന്നത്. അതുകൊണ്ടാണ്. എന്തുകൊണ്ട് അങ്ങനെ? റിയാസ് ഏതോ ഒരു കാര്യം പറ്റുന്ന പറഞ്ഞാലും தமிழா நீங்க? இங்க ஓட்டு இருக்கா? ஓட்டு என்ன சொல்றது நீங்க? இங்க ரியாஸ் தான் வரணும். ரியாஸா வரணும். ரியாஸ் ஏன்? வரப்பா ரியாஸ் தான் வரும். ஏதோ சொன்னா கொடுத்துருமா? இல்ல அது சொல்ல வந்து ஏதோ ஒரு കാര്യം വന്ന് പറഞ്ഞാൽ വന്ന് നോക്കും. ആമാ വന്ന് നോക്കും. പ്രകാശ് ബാബു ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ആണല്ലേ? അതുകൊണ്ടാ ജയിക്കുന്നത്. അതെ റിയാസ് ആയിരിക്കും എന്റെ അഭിപ്രായത്തിൽ പറയുന്നത്. റിയാസ് ആയിരിക്കും. അതുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയുന്നത്. അങ്ങനെയല്ല, പൊതുപ്രവർത്തനം ഇതുവരെ എന്താ പറയാൻ പറ്റുന്നത് അറിയില്ല. അൻവർ ജയിക്കാനാണ് സാധ്യത. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? പിന്നെ ജനപിന്തുണ ആണോ? അതുകൊണ്ട് ജയിക്കുന്ന പറയുന്നത്. അതുകൊണ്ട് ജയിക്കുന്ന പറയുന്നത്. അതെ. റിയാസോ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? റിയാസ് അത്രയും ഫെമിലിയർ ആണ്. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി എന്നല്ല, പൊതുവെ UDF ആളുകൾ കുറവാണ്. അതുകൊണ്ടാണ് കൂടുതൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ്. അങ്ങനെയാണ്. മാറ്റം ആവശ്യം എന്നുള്ളൊരു ഇതുണ്ട്. ഇവിടെ ആരെ ജയിക്കണം എന്നുള്ളതാണ്. ഇത് അൻവറാണ് വരണം എന്നുള്ള നമ്മുടെ ആഗ്രഹം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കൂടുതൽ ജയിച്ചു പോയില്ലേ. വികസനം കാര്യമായിട്ടൊന്നും നടന്നില്ല. റോഡ് പെയിന്റ് അടിക്കാൻ പറ്റല്ലാതെ വേറെ. റിയാസ് സാർ ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇവിടുത്തെ വികസനവും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട് ബേപ്പൂർ മണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെയാണ് റിയാസ് സാർ ജയിക്കുന്നത്. ജയിക്കാൻ ഇപ്പത്തെ ഇത് കണ്ടാല് അൻവറിനാണ് ഒരു സാധ്യത. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? പൊതുവിലുള്ള ഒരു ട്രെൻഡ് UDF-ന്റെ തരംഗാണ് കാണുന്നത്. ഇവിടെ റിയാസ് ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇവിടെ ഈ 5 വർഷം കാണുന്നുണ്ടല്ലോ, നല്ല വികസനമല്ല ഇവിടെ വന്നത്. അതുകൊണ്ട് എന്തായാലും നിർബന്ധമായി റിയാസ് ജയിക്കേണ്ടതാണ് ഇവിടെ. ആണോ? റിയാസ് ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇവിടെയുള്ള പാലങ്ങളും ഇവിടെ ബീച്ചുകളും ഒക്കെ നല്ല ഉഷാറായിട്ട് വർക്ക് ചെയ്യും. ആണോ? അതുകൊണ്ടാണ്. അതെ. അൻവറാ? എന്തുകൊണ്ട് അൻവറിന്റെ പേര് പറയണേ? അങ്ങനെയാണോ? റിയാസെ ജയിക്കുള്ളൂ. പമ്പിച്ച ഭൂരിപക്ഷം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് ഒരു പ്രവർത്തനം കാര്യമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്റെ വീട്ടില് ഒക്കെ വന്നിട്ടുണ്ട് 2 പ്രാവശ്യം. എന്തുകൊണ്ട് അങ്ങനെ അൻവറിന്റെ പേര് പറയുന്നത്? താല്പര്യം. അതുകൊണ്ടാണ് അൻവർ ജയിക്കുന്നു പറയുന്നത്.
റിയാസ് എന്തുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയുന്നത്? അങ്ങനെ അവനെയാണ് വിശ്വസിക്കുന്നത്. വിശ്വസിക്കുന്നതാ? എന്താണ് അങ്ങനെ വിശ്വാസം? എന്തുകൊണ്ടാണ് അങ്ങനെ വിശ്വാസം എന്ന് പറയുന്നത്? നമുക്ക് അനുകൂലമായിട്ടുള്ളതുള്ളതുകൊണ്ട്. ആണോ? ഈ അൻവർ ജയിക്കാനാണ് സാധ്യത. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? തന്നെ ഒരു മാറ്റം വേണ്ടേ? ആണ്, അതുകൊണ്ടാണ്. റിയാസിനെ സംബന്ധിച്ചിടത്തോളം റിയാസിന് എല്ലാം ചെയ്യാൻ പറ്റിയിരുന്നു. ഇവിടെ മുഖ്യമന്ത്രിന്റെ സ്വന്തം ഒരു ചെറിയ മുഖ്യമന്ത്രിയായി, എന്നിട്ട് അതിനനുസരിച്ചുള്ള ഒരു വികസനം ഇവിടെ വന്നിട്ടില്ലല്ലോ. റിയാസ് എന്തുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയുന്നത്? റിയാസിന്റെ പേര് വോട്ടിംഗ് നിലയും മറ്റ് പ്രവർത്തനം വികസനം ഒക്കെ നോക്കിയിട്ടല്ലേ. ആണോ? അതെ. റിയാസ് ജയിക്കുള്ളൂ? ഇവിടെ സംശയമില്ല റിയാസ്. അതിനോട് സംശയമില്ല റിയാസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ വികസനം അങ്ങനെയാണ്. ആണോ? ഇവിടെ കണ്ടില്ല മേൽപ്പാലം, മറ്റു റോഡ്, ബൈപ്പാസ്, ഇവിടെ എന്താ വികസനം ഇല്ലാത്ത? ചാലിയം മറ്റേ കരിന്തിരുത്തി. ഇവിടുത്തെ നാട്ടുകാരോട് ആര് ചോദിച്ചാലും സംശയമില്ലാത്ത ഒരു ശങ്കയില്ലാതെ പറഞ്ഞൊരു കാര്യം റിയാസ് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഒരു ഫോട്ടോ ഫിനിഷിംഗ് ആണ്. എന്നാലും ഏകദേശം താങ്കളുടെ കാഴ്ചപ്പാട് റിയാസ് നേരിയ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ സാധ്യത. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്? അവിടെ ഒരു കോട്ടല്ലേ? ആണ്. ഓ, അതുകൊണ്ട് ജയിക്കുന്ന പറയുന്നത്? നേരിയ വോട്ടിന് ജയിക്കാൻ സാധ്യതയുണ്ട്. ആണ്. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇല്ലായ്മ സാധാരണക്കാരായിട്ടുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു ആ ഒരു കാര്യം പുറത്ത് കൊണ്ടുവന്ന ഒരാൾ ഇന്നിപ്പോ PV അൻവർ. ഓക്കെ, അത് അങ്ങനെയാണ് PV അൻവർ ജയിക്കുന്നു പറയുന്നത്. ജയിക്കുന്നത് തീർച്ചയായിട്ടും ജയിക്കും. റിയാസ് ഇവിടെ റിയാസ് ജയിക്കണം. അതുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയുന്നത്. റിയാസിന്റെ ഇവിടെ ബേപ്പൂര് വികസനങ്ങൾ കൊണ്ടുവരുന്നത് അവിടെയാണ്. എല്ലാം കൊണ്ടും ഒരാൾ പോയി. കഴിഞ്ഞ ജയിച്ചത് റിയാസ് ആണ്. ഇനിയിപ്പോ ഒരു അട്ടിമറി ജയം വന്നാല് അൻവർ ജയിക്കും. ആരാണ് നിങ്ങളെ കാഴ്ചപ്പാടിൽ ആര് ജയിക്കണം എന്നുള്ളതാണ്? നമ്മളെ യൂഡിഫാരനാണ്. ഇനിയിപ്പോ ഞാൻ UDP ജയിക്കുന്നല്ലേ അറിയുള്ളൂ. അതിനോട് റിയാസ് ജയിക്കും. റിയാസോ? എന്തുകൊണ്ടാ? നല്ല വികസനം കാര്യങ്ങളൊക്കെ ഉണ്ട്. ആണോ? റിയാസ് ജയിക്കുള്ളൂ? റിയാസ് ജയിക്കും. അൻവറാവും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇപ്പോഴത്തെ ഭരണത്തിന്റെ തന്നെയാണ്. ആണോ? അൻവർ ജയിക്കുന്ന പറയുന്നത്? അൻവർ ജയിക്കും. ഇപ്പം ഇവിടെ അൻവർ ഉണ്ട്. അത് LDFന്റെ ആളെ ഇനി അതിന് മാറി ഇവിടെ ആര് ജയിക്കുന്നുള്ളതാണ്? ഇവിടെ അൻവർ ജയിക്കുന്നതാണ് നമ്മൾ പിന്നെ അൻവർ ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അൻവർ വികസനം ഒരുപാട് നിലമ്പൂർ കൊണ്ടുവന്നല്ലേ. അപ്പൊ അതേമാതിരി വേപ്പൂരിലും വരട്ടെന്ന് ഇതാണ്. റിയാസ് ജയിക്കാനാ സാധ്യത. റിയാസോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വികസനമല്ലേ റോഡൊക്കെ. ആണോ? അതുകൊണ്ടാണ്. റിയാസ്. എന്തുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയുന്നത്? വികസനം നല്ലതാണോ? എല്ലാരും പറയുന്നുണ്ട് റിയാസാണ് ജയിക്കുന്നത്. നമ്മൾ രാഷ്ട്രീയത്തിലധികം ബന്ധമില്ല. അങ്ങനെയാണോ? അങ്ങനെയാണ്. മുഹമ്മദ് റിയാസ് ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്? മുഹമ്മദ് റിയാസിന്റെ പേര് പറയുന്നത്? അത് തന്നെ ഇപ്പൊ ഭരണത്തില് ഒരാണല്ലോ, അതുകൊണ്ട് എനിക്ക് തോന്നി അങ്ങനെ ആയിരിക്കുന്നു. അങ്ങനെയാണോ? തോന്നിയതാണോ? നമ്മളിപ്പോ കുറെ ഒരു 10 കൊല്ലമായിട്ട് ഒരേപോലെ തന്നെയാണ്. പിന്നെ ചില കാര്യങ്ങളിലൊക്കെ വളരെ മോശമായിട്ടാണ്. ആര് വരണം എന്നുള്ളതാണ്? അൻവർ വരണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അൻവർ വരണം, ഒരു മാറ്റം വരട്ടെ. കാരണം പറഞ്ഞോളൂ. അൻവർ വരണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നല്ല മനുഷ്യനാ. ഒന്നും പറയാൻ പറ്റില്ല. എന്താ പറയാൻ പറ്റത്തെ? എന്നാലും താങ്കളുടെ കാഴ്ചപ്പാടിൽ പുറത്തു പറയാൻ പറ്റില്ല. അങ്ങനെയാണ് എങ്ങനെയാ പറയാത്? താങ്കളുടെ കാഴ്ചപ്പാട് പറയാം. റിയാസിനോ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നേ? ആണോ? റിയാസിനോ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നേ? ഇവിടെ അങ്ങനെ പറയില്ല. നമ്മുടെ കാഴ്ചപ്പാടിൽ അങ്ങനെയാണ്. ആണോ? അങ്ങനെയാണോ? ആരാണ് വോട്ട് ചെയ്യല്? ആർക്കാണ് വോട്ട് ചെയ്യല്? പറയാം, അത് പറയാം. ഇല്ല. അതെന്തുകൊണ്ട് റിയാസ് ജയിക്കുന്നു പറയുന്നത്? പല കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ അവിടെ. അങ്ങനെയാണ്. UDF ജയിക്കുന്നതാണ് അങ്ങനെ പറയുന്നത്. തോന്നുന്നു. അത്രേ ഉള്ളൂ. അതുകൊണ്ടാ റിയാസ് ജയിക്കണമെന്നാണ്. റിയാസ് ജയിക്കണം. എന്തുകൊണ്ടാ? വികസനം കൊണ്ട് തന്നെ അൻവർ ആണ് ഇപ്പോ അവസാനത്തെ ഒരു ഇതില്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇവിടെ 10 കൊല്ലം കൊണ്ട് ആളുകൾ ഇങ്ങനെ പറ്റിച്ച് പോകുന്ന ഒരു സ്വഭാവത്തിലാണ് കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ പിന്നെ ഇയാൾ വന്നാൽ കുറച്ചും കൂടി ഒരു ഇതുണ്ടാവും. അയാൾ നിലമ്പൂരൊക്കെ ചെയ്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് അയാൾ ഇവിടെ വന്നാൽ കുറച്ചും കൂടി. ഇവിടെ അൻവർ ജയിക്കണം എന്നാണ് നമ്മളെ താല്പര്യം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഒന്നുമില്ല, ഒരു മാറ്റം അൻവറിലൂടെ നമുക്കൊന്ന് നേടണം. അൻവർക്ക് ജയിക്കാൻ സാധ്യതയാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അദ്ദേഹം നല്ല വികസന കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ജയിക്കുമെന്ന് ഉറപ്പാണ്. റിയാസ് ജയിക്കാൻ സാധ്യത. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എല്ലാവരും പറഞ്ഞു. ആണോ? അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് റിയാസ്ക എന്ന് പറയുന്നത്? റിയാസ് ഇവിടെ അത്ര വികസനം ചെയ്തില്ലേ വേപ്പൂർ മണ്ഡലത്തില്? ആണോ? അതുകൊണ്ട് ജയിക്കുന്ന പറയുന്നത്? ഉറപ്പ്. ആണോ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? പല കാര്യം ചെയ്തോട്ടുണ്ട്. അതുകൊണ്ടാ റിയാസ് ജയിക്കുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇപ്പോഴത്തെ പെൻഷൻ കൊടുക്കുന്ന കാരണം കൊണ്ട് റിയാസ് ജയിക്കുള്ളൂ. ജയിക്കേണ്ടത് PV അൻവർ ജയിക്കണം. UDF അധികാരത്തിൽ വരണം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ് 10 കൊല്ലം കൊണ്ട് ഇവർ കട്ടുമുടിച്ച എല്ലാ ഈ ഇതുകൊണ്ട് ജനം ബുദ്ധിമുട്ടി കിടക്കുകയാണ്. അതുകൊണ്ടാണ്. റിയാസ് ജയിക്കൂലേ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്?
റിയാസാണ് ഈ മണ്ഡലത്തിന്റെ മെയിൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോണത്. ആണോ? അതുകൊണ്ടാണോ? അതുകൊണ്ട് തന്നെയാണ് മെയിൻ ആയിട്ട് റിയാസ് അല്ലേ ഇവിടെ. അൻവർക്കപ്പ് വന്നിട്ടല്ലേ ഉള്ളൂ. ഈ ഈ ബേപ്പൂര് മണ്ഡലത്തിലെല്ലോ റിയാസ് തന്നെയാണ്. സായിദ അറിയില്ല എന്താ അറിയാത്തെ? അറിയില്ല അറിയില്ല. റിയാസ് എന്തുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയണം? നല്ല പ്രവർത്തനമൊക്കെ ഇവിടെ കാഴ്ചവെച്ചു. ആണോ? റിയാസ് ജയിക്കുന്നു അറിയില്ലേ ബേപ്പൂർ മണ്ഡലം? അതെനിക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റാത്തെ? ജയമേൻ തോൽമ റിയാസ് ഉണ്ട്, അൻവർ ഉണ്ട്, അതുമാതിരി ബാബു ഉണ്ട്. ആര് ജയിക്കാനാ സാധ്യത? ആരായാലും വിജയിക്കട്ടെ എന്ന് ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെയാണ്. ആരെന്ന് പറയാൻ പറ്റില്ല. റിയാസാവുന്നാണ്. എന്തോ? റിയാസാവുന്നാണ്. എന്തുകൊണ്ടാണ് റിയാസ് ആവുന്നതെന്ന് പറയുന്നത്? കുറെ വികസനമൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. ആണോ? അങ്ങനെയാണോ? റിയാസ് ആണ് പറയുന്നത്? റിയാസ് പറയില്ല, അങ്ങനെ പൊതുവേ ഉള്ളതാണ്. ആണ്. റിയാസ് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എല്ലാ റോഡിന്റെ പണിയോ എല്ലാ ഇതും ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഇതില് അറിയും ചെയ്യാ റിയാസിന്. അൻവർ ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നമ്മളെ വോട്ട് കൊടുക്കും. അങ്ങനെയാണ്. അതുകൊണ്ടാണ്. എന്റെ വോട്ട് എന്തായാലും കൊടുക്കും. ആണ്. അങ്ങനെയാണ് അൻവർ ജയിക്കുന്ന പറയുന്നത്. സത്യമായിട്ടും അൻവർ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇവിടെ തൂത്തുവാരും. ആ. അത് ഇവിടുത്തെ വികസനമാണ്. ആണ്. മുരടിപ്പ് ആണ്. റിയാസിനാണ് ചാൻസ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കാരണം കണ്ണടിച്ച് ഇരുട്ടാക്കാൻ പറ്റില്ലല്ലോ. കണ്ടമാനം ഇവിടെ റിയാസ് ചെയ്തിട്ടില്ലേ? ആണോ? അപ്പൊ പിന്നെ അത് കണ്ട് ജനങ്ങള് അതിനനുസരിച്ചല്ലേ ചെയ്യുള്ളൂ. ജയിക്കുന്ന പറയുന്നത്? ജയിക്കും. ഇവിടെ പി വി അൻവർ ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ആളുകൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആണ്. അതുകൊണ്ടാണ് അത് ജയിക്കുന്നു പറയുന്നത്. വികസനം തന്നെ കാര്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ജയിക്കുന്ന പറയുന്നത്. അവിടെ അങ്ങാടിയിൽ കുറച്ച് തട്ടുകട മാറ്റത്തെ കുറച്ച് സാധനത്തിൽ വികസനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ്. റിയാസ് ജയിക്കാനാ സാർ. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? സിറ്റുവേഷൻ എങ്ങനെയാണ്? ആണോ? ജയിക്കുന്ന പറയുന്നത്? ചാൻസ് കൂടുതൽ ഇപ്പൊ അൻവറാന്നാ എല്ലാരും പറഞ്ഞേക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്താ അറിയില്ല. ഇപ്പൊ അൻവർ നല്ല പൈസ ഇറക്കുന്നുണ്ട്, മറ്റവരും പൈസക്ക് മോശമൊന്നുമല്ല. ആരാണ് ഇവിടെ ജയിക്കേണ്ടത്? അവര് രണ്ടു കൂട്ടരും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. അതുകൊണ്ട് BJP ജയിക്കണം. BJP ജയിച്ച ഒരു പുതിയൊരു മുന്നണി ഇവിടെ വരികയാണെങ്കിൽ നന്ന് കേരളത്തിൽ. അതുകൊണ്ട് BJP ജയിക്കണം എന്ന് പറയുന്നത്. BJP എന്നല്ല NDA. NDA ജയിക്കണം. NDA കേരളത്തിൽ വരണം. ഒരു പുതിയൊരു മുന്നണി വരണം. റിയാസ് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെ ജയിക്കുള്ളൂ, അതന്നെ, അത്ര തന്നെ. ആണോ? റിയാസ് ജയിക്കുള്ളൂ, റിയാസ് ആണ് ജയിക്കേണ്ടത്. ആണോ? മുഖ്യം LDF വരും ചെയ്യും. NDA BJP ജയിക്കണം. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാന്ന് വെച്ചാല് കുറച്ചൊന്ന് മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ? അതുകൊണ്ടാണ്. മാറണം, കേരളം മാറണം. തീർച്ചയായിട്ടും. സമാധാനം മൊത്തം ഉണ്ടാവണം. തീർച്ചയായിട്ടും. സമാധാനം ഇപ്പൊ ഇല്ലാന്നല്ല പറയുന്നത്, പക്ഷെ ഒന്നുകൂടി മാറ്റം സംഭവിക്കുക നല്ലതാണ്. നമ്മൾ മറ്റുള്ള ഉത്തർപ്രദേശ് പോലൊക്കെയുള്ള സമാധാനം വേണം. തീർച്ചയായിട്ടും. റിയാസിനെ ആയിരിക്കും വരിക. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? റിയാസിന്റെ പ്രവർത്തനം അൻവറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്റെ അഭിപ്രായത്തിൽ എനിക്ക് എന്റെ പേഴ്സണലി നമ്മൾ കാണുന്ന ഒരു ML എന്ന രീതിയിൽ ആൾ ഇവിടെ ഉണ്ട്. എന്ത് രീതിയിലാണ് വെച്ചാൽ നമ്മള് ആളെ ഏറ്റുമുട്ടണയിൽ പോയിട്ടുണ്ടെങ്കിൽ സഹായം മൂപ്പര് ചെയ്യുന്നുണ്ട്. മൂപ്പര് തന്നെ വരാൻ പിണറായി തന്നെ വരും. റിയാസും ജയിക്കണം. ഇവിടുത്തെ നോക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും നല്ല മുൻതൂക്കം തന്നെ. അങ്ങനെ പറയുന്നത് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഇവിടെ LDF ജയിച്ച സ്ഥലമല്ലേ. പ്രാവശ്യം അൻവറിനെ നോക്കുമ്പോൾ നല്ലൊരു പെർഫെക്റ്റിലാണ്. ജയിക്കാനാ സാധ്യത? അതായത് ഞാൻ പറഞ്ഞല്ലോ, രണ്ടു കൂട്ടർക്ക് സാധ്യത ഉണ്ട്. പക്ഷെ കൂടുതൽ മുൻതൂക്കം ഇപ്പോഴത്തെ നോക്കിയിൽ നോക്കുകയാണെങ്കിൽ അൻവറിന് കുറെ സാധ്യത ഉണ്ട്. UDF PV അൻവർ വൻപിച്ച ഒരു ലക്ഷം ജയിക്കും. ഒരു മാറ്റം വേണം, എല്ലാവർക്കും ജനങ്ങൾ മാറ്റം വേണം. അതിന് UDF വരണം. പിന്നെ തീർച്ചയായും UDF ജയിക്കും. ആരെ ജയിക്കാനും ഇല്ല, ഗുണം ഉണ്ടാവാൻ. ആണ്. ആർക്കാണ് ഗുണം ഉണ്ടാവാ? എല്ലാവർക്കും ഗുണം വേണം. ആണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് ഇവിടെ ജയിക്കേണ്ടത്? ഒരു മാറ്റം ആവശ്യം ആണ്. അതുകൊണ്ടാണ് പറയുന്നത്. റിയാസോ? എന്തുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയുന്നത്? ആണോ? അതുകൊണ്ടാണ്. അൻവർ ജയിക്കാനാ സാധ്യത. എന്തുകൊണ്ടാ? അത് ഒരു മാറ്റം വരണം. തുടർ ഭരണം ഏതായാലും നടക്കൂല. അതുകൊണ്ടാണ്. അതുകൊണ്ട് വികസനം എപ്പോഴും മാത്രം വികസനം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ഒരു മൊത്തത്തിൽ പൊതുജനങ്ങളെ ഇടയിലൊക്കെ ഒരു വികസനം വേണം. അതുകൊണ്ടാണ്. ഇവിടെ റിയാസ് ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇവിടെ വികസനം, വികസനം, പിന്നെ പാലങ്ങള് എല്ലാം റിയാസിന്റെ ഇതിലാണ്. അതുകൊണ്ട് ജയിക്കുന്ന പിണറായിന്റെ വ്യാപ്ലെ. റിയാസോ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നല്ല വികസനമാണ്. ആണ്. നല്ല വികസനം എന്ന് പറയുമ്പോ ഒരു ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകും. ആണോ? ഇവിടെ മറ്റേ പി വി അൻവർ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെ കുറെ മാറ്റങ്ങൾ, കുറെ കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്ത കുറെ കാര്യങ്ങൾ ചെയ്യേണ്ട സാധനങ്ങളൊന്നും ചെയ്യാത്തതും അത് ന്യൂനതകൾ കണ്ടുപിടിച്ചാൽ ചെയ്യണം എന്നുള്ള മുപ്പത് ചെയ്യുന്നുള്ള ഉറപ്പോട്ട് വേണ്ടിയിട്ടാണ് പറയുന്നത്. പറയാൻ പറ്റില്ല. ഇവിടെ റിയാസാണ് ജയിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? 10,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ്. പ്രാവശ്യം റിയാസ് തന്നെ ആയിരിക്കും ജയിക്കല്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? 10 കൊല്ലായി ഇവിടെ ഇടതുപക്ഷം തന്നെയാണ് ജയിക്കുന്നത്. അതുകൊണ്ടാണ് റിയാസ് ജയിക്കണം. റിയാസ് ജയിക്കും. എന്തുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ജയിക്കൂന്ന്? ജയിക്കുന്ന് പറയാൻ എതിർ സ്ഥാനാർത്ഥിയുടെ അൻവർ ഇവിടെ വന്നിട്ട് വെല്ലുവിളിയും മറ്റേ
തെരുവിലല്ലാതെ വേറെ എന്തെങ്കിലും നടത്തേണ്ടത് ആരും നാട്ടുകാർക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നു. എന്താ പറയാനാണ് ഒന്നും പറയാൻ പറ്റില്ല. ഇവിടെ ബേപ്പൂരിന്റെ പുസ്തക സീറ്റാണ്, പക്ഷേ അടുത്ത വർഷത്തിന്റെ സീറ്റാണ്. എന്നാലും ഇപ്രാവശ്യം അൻവർ ജയിക്കും. അതുകൊണ്ട് അങ്ങനെ പറയുന്നത് അൻവറിന്റെ ഇവര് വികസനം എന്നല്ലാതെ ബാവലി പറയില്ലാതെ ഒരു വികസനം ഇല്ല. അതുകൊണ്ട് അൻവർ ജയിക്കും. അൻവർ വീണ്ടും തീർച്ചയായിട്ടും അൻവറിനെ ജയിക്കും. സമാസമായിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഭയങ്കര ഇതാണ് സംഭവം ഇവിടെ. ആണോ? ആണ്. റിയാസ് ജയിക്കും. റിയാസ് ജയിക്കും. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതെന്തായാലും ജയിക്കും. ആണോ? എന്തായാലും ജയിക്കും. ഒരു സംശയമില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടറിയാം, അദ്ദേഹം നടത്തിയ വികസനപത്രവും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിലുള്ള സ്വാധീനവും ആണ്. അൻവർ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അൻവർ ജയിക്കാൻ ഇവിടെ ഒരു മാറ്റം വേണം നമുക്ക്. അതുകൊണ്ടാണ് അൻവർ ജയിക്കണമെന്ന് പറയുന്നത്. എനിക്ക് ഐഡിയ ഇല്ല. ഇപ്പൊ ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടിക്കൊണ്ട് രണ്ട് കൂട്ടരും ആരാ ജയിക്കുക നമ്മക്കാർക്ക് സ്വപ്നം കാണില്ല. നല്ലതാര് ചെയ്യണമെന്ന് ഉദ്ദേശമുണ്ടോ ഒരു ജയിക്കും. ആരായിരിക്കും അത്? അത് ആരായാലും നല്ലത് ഉദ്ദേശിക്കുന്ന ആൾക്കാർ ജയിക്കും. അതാ ഇവിടെ ആര് ജയിക്കാനാണ്? പി വി അൻവർ ജയിക്കും. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്? നിർബന്ധമായിട്ടും പി വി അൻവർ ജയിക്കും. അതുകൊണ്ടാണ് ഒരു മാറ്റം എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. ജയിക്കണം എന്ന് പറയുന്നത്? നിർബന്ധമായിട്ട് ജയിക്കും എന്നുള്ളതാണ് പൂർണ്ണ വിശ്വാസം. റിയാസല്ലാതെ വേറെ ആരും ജയിക്കില്ല. അതുകൊണ്ടാ വേറെ ആരും ജയിക്കണം പറയുന്നത്? കാരണം അത് ഇവിടെ ശക്തി കേന്ദ്രമല്ലേ CPM അതുകൊണ്ടാണ്. അതാ ചോദിച്ചു നോക്കി. അതുകൊണ്ടാണ് ഇവിടെ CPM ശക്തി കേന്ദ്രമല്ലേ, വികസനങ്ങളെല്ലാം കൊണ്ടും പിന്നെ ജനങ്ങളുമായിട്ടുള്ള സംഭാഷണം എല്ലാ പ്രവർത്തനത്തിനും മുന്നിലുണ്ട്. അതുകൊണ്ടാണ് റിയാസ് ജയിക്കും. അതുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയുന്നത്? വികസനം അത്രയും വന്നിട്ടുണ്ട്. ആണോ? ജയിക്കുന്ന പറയുന്നത്? തീർച്ചയായും 30,000 വോട്ടിന് ജയിക്കും. ആണോ? 30,000 വോട്ടിന് ജയിക്കുന്ന ഉറപ്പാ? കഴിഞ്ഞ ഇലക്ഷന്റെ ഭൂരിപക്ഷത്തിനും കൂടുമോ? കോൺഗ്രസിന് ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി ഇല്ല. ഇല്ലേ? അതുകൊണ്ടാണ്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ അൻവറാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അൻവർ ഒരു നല്ലൊരു പ്രവർത്തകനോ വേണ്ടിയതൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അൻവർ വരണം എന്നാ പറയുന്നത്? അൻവർ വരണം. അൻവർ വരണം. നമ്മളെല്ലാവരും അഭിപ്രായം മാറ്റം വേണം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നമുക്ക് തോന്നിയ അങ്ങനെ മാറ്റം വേണമെന്നുള്ള വേറൊന്നല്ല. അതുകൊണ്ടാണ്. അതെ, ആര് ഇടതുപക്ഷം അധികാരത്തിൽ വരണം. നമ്മളെ റിയാസ് ഒക്കെ ജയിക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെ ഇടതുപക്ഷം ഭരിക്കുന്നതിനെ കൊണ്ട് ഇവിടെ ഗുണം ഒരു ദിവസവും ഇല്ല. 10 കൊല്ലത്തിനടുത്ത് ഒരു ലാത്തി ചാർജ് നടന്നിട്ടില്ല, ഒരു കൊലപാതകം നടന്നിട്ടില്ല. പിന്നെ അവിടെ വരും. അല്ല, അത് അൻവർ വരണം എന്നുള്ളതാണ്. അൻവറാ? എന്തുകൊണ്ട് അൻവറിന്റെ പേര് പറയണേ? ഇവിടെ മാറ്റങ്ങളൊന്നും ഇല്ല, അത്ര ഓരോ വെച്ചിട്ട് അതുകൊണ്ട് അൻവർ വരുന്ന പറയുന്നേ? വരണം എന്നുള്ളതാണ്. വരണം എന്നുള്ളതാണ്. ആര് വരും എന്തിപ്പോ പറയാ. റിയാസിന്റെ അൻവറുണ്ട്. ആര് വരുന്നത്? നോ ഐഡിയ. എന്തുകൊണ്ടാണ് നോ ഐഡിയ എന്ന് പറയുന്നത്? എനിക്ക് രാഷ്ട്രീയം വലിയ ഗുരുത്തില്ല. ഇല്ല, അതുകൊണ്ടാ. അതായത് 10 കൊല്ലം പറ്റില്ല, 5 കോടി വലിക്ക് കൊടുക്കാം, റിയാസിനെ കൊടുക്കാം. ബാക്കിയുള്ള പണിയൊക്കെ തീർക്കണമെങ്കിൽ LDF വരണം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് നല്ല ഭരണമാണ്, ഒന്നും എടുത്ത് പറയാനില്ല. പിന്നെ ആളുകൾ പറയുന്ന ഒരു മാറ്റം വരുന്നുണ്ടല്ല, ഭരണത്തിന് കുറ്റമല്ല. അതായത് 5 കൊല്ലം കൂടെ അവർ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനും കൂടി തീർത്തെന്ന് ഈ ബേപ്പൂർ റോഡ് തന്നെ ഉസാറാവും. എല്ലാ പരിപാടികളും വേണമെന്നാ റിയാസ്. പ്രാവശ്യം PV അൻവർ ജയിക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഒരു ചേഞ്ച് വേണ്ടേ ഭരണത്തിന്? അതുകൊണ്ടാണ്. തുടർച്ചയായിട്ടുള്ള ഭരണമാകുമ്പോൾ ഭരണം വളരെ മോശമാവും. അതുകൊണ്ടാണ് ചേഞ്ച് വേണമെന്ന് പറയുന്നത്. ചേഞ്ച് വേണം, തീർച്ചയായും ചേഞ്ച്. ഒരു മാറ്റം ഉണ്ടാവും. ആരാ വരേണ്ടത്? അൻവർ വന്നാൽ കുഴപ്പമില്ല. ഇപ്പൊ സിറ്റിംഗ് സീറ്റ് ആയതുകൊണ്ട് ഇപ്പൊ വരാൻ സാധ്യത കുറവാണ്. റിയാസ് മിക്കവാറും ഉണ്ടാവുക. റിയാസ് മിക്കവാറും ഉണ്ടാവുന്ന എന്തുകൊണ്ടാണ് പറയുന്നത്? ഭരണത്തിന്റെ നേട്ടം കൊണ്ടായിരിക്കും. ആണല്ലേ? അവിടെ ഭരണം കേട്ടിടത്തോളം ഭരണം നല്ല ഒരു വികസനം ഉണ്ടായിട്ടുണ്ടെന്നാ പറഞ്ഞു. സത്യം പറയുകയാണെങ്കിൽ രാഷ്ട്രീയ തീരെ താങ്കളുടെ അഭിപ്രായത്തില് അഭിപ്രായം വെച്ച് നോക്കണം. ആരാ ജയിച്ചാലും നല്ല കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെയാണ്. റിയാസ് ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കാരണം ഇവിടെ വികസനമാണല്ലോ കൊണ്ടുവന്നേ. ആണോ? ബറോക്ക് പാലം റെഡിയാക്കി. പിന്നെ ബേപ്പൂര് എന്ന സ്ഥലം ഒരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെ ആക്കിയില്ലേ? പറയാൻ പറ്റൂല. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല? എനിക്ക് വലിയ രാഷ്ട്രീയ വലിയ ബന്ധമില്ല. ആണോ? രാഷ്ട്രീയ വലിയ ബന്ധമില്ല. അറിയാം, ബന്ധമില്ല. അതുകൊണ്ട് പറയാൻ പറ്റില്ല. അറിയില്ല. വരണം എന്ന് മാറണം. അതുകൊണ്ടാണ് UDF വരണമെന്ന് പറയുന്നത് അല്ലെ? അൻവർ വരണമെന്ന് പറയാം. അതുകൊണ്ടാണ്. ആണല്ലേ? ഭരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷം വരണം എന്നാണ് എല്ലാവരും അഭിപ്രായം വരുന്നത്. പിണറായി വിജയൻ, റിയാസ്. എന്തുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയണേ? എന്താ വെച്ചാൽ റിയാസ് ഇവിടെ കുറച്ചൊരു ഭൂരിപക്ഷം കാണുന്നുണ്ട്. ആണോ? അതുകൊണ്ടാണോ? അതുകൊണ്ട് ഇവിടെ റിയാസ് ജയിക്കുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെയല്ല, ഒരു ഭൂരിപക്ഷം കുറഞ്ഞ ജയിക്കാനുള്ള സാധ്യത. ആണോ? ജയിക്കാൻ സാധ്യത ഉണ്ടോ? മുഹമ്മദ് റിയാസ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ബേപ്പൂർ മണ്ഡലത്തിലെ വികസനം മാത്രം നോക്കിയാൽ മതി. ആണോ? കേരളത്തിൽ തന്നെ നോക്കിയാൽ മതി. പിന്നെന്താ ബേപ്പൂരിത്തെ പറയും? ബേപ്പൂര് സുൽത്താന. ഇവിടെ അൻവർ വരട്ടെ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ലൈറ്റുകളും കാരണങ്ങളും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. യുവാക്കൾക്കൊക്കെ കുറച്ച് സംരംഭമായിട്ട് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവരട്ടെ. അത് അൻവറിനെ കൊണ്ട് സാധിക്കുന്നതാണ് നമ്മൾ തോന്നുന്നത്. നിങ്ങൾക്കാണ് സംശയം എന്നുള്ളതാണ്. റിയാസ് ജയിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത്രമാത്രം പുരോഗതി ബേപ്പൂർ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ജയിക്കുന്ന പറയുന്നത്? ജയിക്കും. ആര് ജയിക്കാനാ? പ്രഖ്യാപന ന്യായം പറഞ്ഞാണ്ട് ഒരു പാർട്ടി നിൽക്കുക എന്ന് പറഞ്ഞ ആളെ ഇവിടെ ഉണ്ട് സ്ഥാനത്തെ നിർത്തിയില്ലേ? ആരെ? PV അൻവറിനെ. നമ്മൾ മുപ്പർക്ക് വോട്ടിന്റെ ആവശ്യമില്ലല്ലോ. ആര് ജയിക്കുന്നുള്ളതാണ്? റിയാസ് ജയിക്കൂ. പറയാൻ പറ്റൂല. എന്തുകൊണ്ട് അങ്ങനെ?
അൻവർ ആയതുകൊണ്ട് ഒന്ന് ഇതായിട്ടുണ്ട്, ആണ്. ടൈറ്റ് ആയിട്ടുണ്ട് മത്സരം. ഇവിടെ ആരാണ് ജയിക്കേണ്ടത് ശരിക്കും? ജയിക്കേണ്ട റിയാസ് ഒരുപാട് വികസനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ. ജയിക്കേണ്ട ആരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായാലും നമുക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. ഇല്ല, എന്നാലും അതുകൊണ്ടാ പറയുന്നത്. അൻവർ ജയിക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കാരണം വെച്ചാൽ നാട്ടിന്റെ ഒരു വികസനം വേണ്ടേ നമുക്ക്. എപ്പോഴും 40 കൊല്ലായിട്ട് CPM അതുകൊണ്ടാണ് അൻവർ ജയിക്കണം എന്ന് പറയുന്നത് അല്ലേ? ഞാനിവിടെ ഇപ്പോ റിയാസ് തന്നെ ജയിക്കുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അവിടെ അങ്ങനത്തെ നിന്നിട്ട് നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയാൻ കാരണം. അതുകൊണ്ടാണ് പറയുന്നത്. അൻവർ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇവിടെ മാറ്റം വരണം. ഇവിടെ ആണ് അതുകൊണ്ടാ. ഇവിടെ റിയാസ് ജയിക്കും. അതുകൊണ്ടാണ് റിയാസ് ജയിക്കും എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ പറയുന്നത്? നിലപാടില്ലാത്ത ഒരാളോട് മത്സരിക്കുന്നത്. ആണോ? അങ്ങനെയാണോ? പിന്നെ എന്താ ആണ് അതുകൊണ്ടാ. ഇവിടെ പറയാൻ പറ്റാത്ത ഇതാണ് ഇപ്പൊ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അല്ല, അങ്ങനെ വെച്ചാൽ അങ്ങനത്തെ സ്ഥിതിയാണ്. ഇപ്പൊ 2 കൂട്ടരും നല്ല പ്രവർത്തനമാണ്. ആരാ ജയിക്കേണ്ടത്? ഇവിടെ ജയിക്കേണ്ടതെന്ന് വെച്ചാല് അതിപ്പോ പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. ആണ്, അതുകൊണ്ടാ. ഒരു മാറ്റം ഇപ്പോൾ ആവശ്യമാണ്. എന്നും ഒരാൾ മാത്രം ജയിച്ചു പോയി ഇവിടെ മാറ്റം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് മാറ്റം ആവശ്യം അതാ പറയുന്നത്. മാറ്റം ആവശ്യം. അതുകൊണ്ടാണ് പറയുന്നത്. ആര് വരണം? അൻവർ വരണം. അതുകൊണ്ടാണ് അൻവർ വരണം. മാറ്റത്തിനാണ് അൻവർ വേണം എന്ന് പറയുന്നത് അല്ലേ? അതെ, അതെ. വികസന നായകൻ അത് മുഹമ്മദ് റിയാസ് ഭരണത്തിൽ വരും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് മുഹമ്മദ് റിയാസ് നല്ല വികസനം ചെയ്തിട്ടുണ്ട് ബേപ്പൂർ മണ്ഡലത്തിൽ. ഒരുപാട് കാര്യങ്ങൾ അതിനെ കൊണ്ടുവരണം. ഇവിടെ കൂടുതൽ റിയാസ് തന്നെ. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അല്ല, ഇവിടെ ചെയ്തു വെച്ച കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ മറ്റാളെ ആൾക്കൊരു അറിവ് കൂടി ഇല്ല. അതേ പാർട്ടിയായിട്ട് കളിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഇന്ന് ഏത് പാർട്ടിയില്ല നാളെ ഏത് പാർട്ടിയിലെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളൊരു അഭിപ്രായം. എനിക്ക് കൂടുതൽ പരിചയം ഉണ്ടായിട്ടില്ല പറഞ്ഞ്. പക്ഷെ എന്നാലും കൂടി റിയാസ് ഇവിടെ ഒരുപാട് ചെയ്ത കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സാധ്യത റിയാസ്. നിങ്ങളെ താടി ഭയങ്കര രസം കേട്ടാ. അത് നോക്കണ്ട. റിയാസ് ജയിക്കണം. ജയിക്കാനാണ് ഇഷ്ടം. റിയാസ് ജയിക്കണം. അതിന് ഇഷ്ടം എന്താണ് അങ്ങനെ പറയുന്നത്? റിയാസ് നല്ല നേതാവാണ്. ആണോ? അതുകൊണ്ട് റിയാസ് ജയിക്കാനാ ഇഷ്ടം എന്ന് പറയുമ്പോ എന്താ? ഇഷ്ടമാണ്. റിയാസ് ജയിക്കുന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ്. ഇവിടെ അൻവർ, PV അൻവർ രണ്ടിലും നമുക്ക് രണ്ടാളും വേണ്ടപ്പെട്ട ആൾക്കാർ. ആയിക്കോട്ടെ. അല്ല, നിങ്ങൾക്ക് അവിടെ ആര് വരണം എന്നുള്ളത് പറഞ്ഞാൽ ഇവിടെ വരണുള്ള റിയാസ് വരണം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? റിയാസിന്റെ ഭരണം നല്ല കാഴ്ച. ആണ് അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് സാധ്യത എന്റെ കാഴ്ചപ്പാടില് ബലാബലാണ്. എന്തുകൊണ്ട് അങ്ങനെ ബലാബലം എന്ന് പറയുന്നത്? ബലാബലം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള തൊഴിലാളി വർഗത്തിന് തൊഴിലില്ലാത്തൊരവസ്ഥയിലുള്ളൂ. അതുകൊണ്ട് ബലാബലാണോ? ബലാബലം എന്ന് പറഞ്ഞാൽ റിയാസ് മറ്റുള്ള വികസനം ചെയ്തിട്ടുണ്ടെങ്കിലും തൊഴിലാളികളുടെ കാര്യത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ പ്രാവശ്യം നല്ല ടൈറ്റ് മത്സരം നടക്കും. എന്നാലും ആരാ ജയിക്കാൻ സാധ്യത? ജയിക്കാൻ ഇപ്പൊ റിയാസ് ചാൻസ് കുറവാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വികസനം മറ്റേ റീൽസിൽ മാത്രമേ വികസനമുള്ളൂ. ബേപ്പൂര് അന്നും ഇന്നും ഒരേപോലെ തന്നെ ഇവിടെ ഉള്ളവർക്ക് ജീവിക്കുന്നവർക്കായിരിക്കും ഇവിടെ വികസനം നടന്നിട്ടുണ്ട്. ആണല്ലേ? അതുകൊണ്ടാ. ഇവിടെ ബേപ്പൂര് ഞാനൊരു ബേപ്പൂര് നാട്ടുകാരൻ എന്ന നിലക്ക് ബേപ്പൂരിന് ഏറ്റവും സ്വീകാര്യനായ നേതാവ് റിയാസ് തന്നെയാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അദ്ദേഹം ഇവിടെ പല വികസനം നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഒളിമൂട് മുതൽ ഫറൂഖ് പാലം, അതുപോലെ തന്നെ എല്ലാ പഴയ പാലങ്ങളൊക്കെ നവീകരിച്ച് ഒരു റിയാസ് വരണം പറയുന്നത്. തീർച്ചയായിട്ടും റിയാസാണ് ഏറ്റവും അർഹനും. കുഴപ്പമില്ലാത്ത റിയാസ് തന്നെ ആണ്. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിക്കണേ. കാരണം വികസനത്തിലൊക്കെ പരന്റെ ഇടകളും വൈകളും ഒക്കെ തീർച്ചയായും ചെയ്തിക്കണേ. ആര് വരണം എന്നുള്ളതാണ്. റിയാസ് വരട്ടെ എന്നാണ്. അൻവർ ജയിക്കുന്നതാണ് ഒരു 10% മറ്റേ റിയാസ് മന്ത്രി വേരിയേഷൻ ഉണ്ടാവുക. അങ്ങനെയാന്ന് പറഞ്ഞാൽ BJP-യിലേക്ക് ഒരുപാട് ജനങ്ങളെ ഇപ്പൊ മാറി ചെയ്യുന്നുണ്ട് വോട്ടെ. ഇവിടെ ഇടതുപക്ഷം ജയിച്ചതായിരുന്നു ആദ്യം കോർപ്പറേഷനിലൊക്കെ. അതേ സ്ഥാനത്ത് ഈ പ്രാവശ്യം BJP ആണ് ജയിച്ചത്. അതിന്റെ പേരിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരാൻ സാധ്യത ആണ്. രണ്ടു കൂടി നല്ല മത്സരം. അപ്പൊ പെട്ടെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. നല്ല മത്സരം. അത് രണ്ടാൾക്ക് മത്സരം. രണ്ടാളും മോശം. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ലോ. എന്താ പറയാൻ പറ്റാത്തേ? അങ്ങനെയാണോ? അങ്ങനെയാണ്. പറയാൻ കഴിയില്ല. ആര് ജയിക്കാനെന്ന് പറയാൻ നമുക്ക് ചിലപ്പോ നല്ല മത്സരമാണ്. ആര് ജയിക്കാനാ സാധ്യത? റിയാസ് ജയിക്കാനാണ് ഇപ്പൊ കാണുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? പറയുന്നത് എല്ലാവരും ആളെ കൊണ്ട് ഒപ്പാണെന്നുള്ള ആണ്. അതുകൊണ്ടാണ് അങ്ങനെ. എന്തുകൊണ്ടാ PV അൻവറിന്റെ പേര് പറയുന്നത്? ഞാനൊരു UDF കൗൺസിലറാണ്. അതുകൊണ്ട് PV അൻവർ വോട്ട് ചെയ്യുന്നത് ജയിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അതാണ്. അതുകൊണ്ട് ആര് ജയിക്കുന്നതാണ് പേപ്പർ? അങ്ങനെ ഇപ്പൊ ഒരു ഇതില് ഒരു പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയാൻ കഴിയില്ല. അതുകൊണ്ട് അഭിപ്രായം പറയാൻ അതല്ല, നല്ലൊരു മത്സരം നടക്കാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാല് ഒരു ബലാബലം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പൊ ആര് ജയിച്ചാലും ജനങ്ങൾക്ക് ഉപകാരമുള്ള ജയിക്കണം. ആരാണ് ജയിക്കാൻ സാധ്യത? നമ്മൾ UDF-ന്റെ ആൾക്കാരാണ്. നമുക്ക് അൻവർ ജയിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അൻവറിനെ നമുക്ക് വിജയിപ്പിച്ചു നോക്കുക. നമ്മള് കുറെ കാലം മറ്റൊരു ജയിച്ചില്ലേ, ജയിപ്പിച്ചു നോക്കുക. കോൺഗ്രസ് ജയിക്കണം. കോൺഗ്രസോ? എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ പേര് പറയുന്നത്? മറ്റുള്ള ഭരണത്തിൽ അൻവർ മറ്റുള്ള ഭരണത്തിന്റെ വളരെ ആണ്. മത്സരമാണ്. അൻവർ സാധ്യത പറയുന്നുണ്ട്. ആർക്കൊക്കെ സാധ്യത പറയുന്നുണ്ട്? അൻവർ സാധ്യത പറയുന്നുണ്ട്.
അൻവർ ജയിക്കുന്ന പറയുന്നത് അങ്ങനെയാണ്. മുൻതൂക്കം എൽ ഡി എഫിനാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇവിടെ ഭരണം നോക്കുകയാണെന്ന് വെച്ചാൽ ഇതുവരെ എൽ ഡി എഫ് ആണ് ഇവിടെ ജയിച്ചത്. അതുകൊണ്ട് റിയാസ് ജയിക്കുന്നതാണോ പറയുന്നത്? ജയിക്കുന്നതാണ്. ഇവിടെ റിയാസ് ജയിക്കും, മറ്റു വരെ ജയിക്കാൻ അത് എന്തുകൊണ്ട് അങ്ങനെ റിയാസ് ജയിക്കുന്ന പറയുന്നത്? ഇവിടെ അവരൊക്കെ കോട്ടയാ, മാർക്സിസ്റ്റ് പാർട്ടിന്റെ കോട്ടയാണ്. അതുകൊണ്ടാണ്. അൻവറിനാണ് ഒരു സാധ്യത. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? പൊതുവിലുള്ള ഒരു ട്രെൻഡ് യു ഡി എഫിന്റെ തരംഗാണ് കാണുന്നത്. അൻവർ ജയിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? രണ്ടു വർഷമില്ല ഇവര് അനുസരിക്കുന്നു. ജനങ്ങൾ പൊതുവായിട്ട് മാറണം വരുന്നുണ്ട്. ആണല്ലേ? അതുകൊണ്ടാ ജയിക്കാനോ? ഇനിയിപ്പോ കോൺഗ്രസ് ജയിച്ചോട്ടെ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കാരണം 10 കൊല്ലമായിട്ട് നമ്മൾ കണ്ടതല്ലേ, അതുകൊണ്ട്. സാധ്യത എന്താ വെച്ചാൽ ഇവിടെ 50-50 ആണ്. ആർക്കാണെങ്കിലും ഉറപ്പമില്ല. എന്തായാലും റിയാസ് ഒരുപാട് വികസനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് റിയാസിന് ജയിക്കുന്നതാണ് ഒരു വിശ്വാസം. എന്തുകൊണ്ടാ വികസനം ചെയ്തിട്ടുണ്ട്? എന്തുകൊണ്ടാ പറയുന്നത്? വികസനം ഞാൻ ഒരുപാട് റോഡുകളും പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മണ്ഡലത്തിന് നിയോജക മണ്ഡലത്തിന് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാ ജയിക്കുന്നു പറയുന്നത്. വികാസനാവാനാ സാധ്യത. പക്ഷേ യു ഡി എഫ് ജനങ്ങള് മാറ്റി ചിന്തിക്കുന്നതല്ല. നമ്മൾ അൻവർ കാക്ക. എന്തുകൊണ്ട് അൻവർ കാക്ക ജയിക്കുന്നു പറയുന്നത്? അത് ഇവിടുത്തെ യു ഡി എഫിന്റെ ആണ്. അതുകൊണ്ടാണ്. അൻവർ തന്നെയാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഒരു പുതിയ വികസനം ചെയ്തിട്ടില്ല, ഫുള്ള് റിനീവലാ ചെയ്തത്. അതുകൊണ്ടാണ്. ജയിക്കാനിപ്പോ നമ്മളിപ്പോ ആര് ജയിക്കണമെന്നാണ്, വലിയ ഭൂരിപക്ഷം ഒന്നും ഉണ്ടാവില്ല ആര് ജയിച്ചാലും. ആരാ ജയിക്കേണ്ടത്? നമ്മള് ജയിക്കേണ്ടതെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാനെന്താ പറയാ, നമ്മളിപ്പോ ആദ്യം ജയിച്ചത് റിയാസ് ആണ്. ഇപ്പം മറ്റേ ഒരാള് മാറി വന്നിക്കണ്. ഒരു മാറ്റം വരണമെന്നുള്ളത് ആൾക്കാർക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയാണ്. ഇവിടെ 10-50 കൊല്ലായി ഈ ഭാഗം 3 മന്ത്രിമാരുണ്ട്. പൊതുമരാമത്തിന് വ്യവസായ മന്ത്രി, ചീഫ് വിപ്പ്, കഴിഞ്ഞ അരമന്ത്രി ഇവിടെ ഉണ്ട്. ആയിക്കോട്ടെ, പെട്ടെന്ന് പറഞ്ഞോളൂ. ആര് ജയിക്കണം? അതിലെ അൻവർ ജയിക്കണം. മാറ്റം വരണം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? മാറ്റം വരണം. അതുകൊണ്ടാണ് പറയുന്നത്. അതെ അതെ. റിയാസ് വരും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇത്രയും നല്ല ഭരണമല്ലേ ഇവിടെ കാഴ്ചവെച്ചത്? ആണോ? വരും. റിയാസ് ജയിക്കും. എന്തുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയുന്നത്? അത് നമ്മളെ പാറ്റുന്നില്ല, നമ്മള് ഒരു നിസ്പറ്റായിട്ട് പറയാം. നിസ്പറ്റായിട്ട് പറയാം. ഇവിടുത്തെ വോട്ടുണ്ടോ നിങ്ങൾക്ക്? പിന്നെ അൻവർ ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെ ജയിക്കേണ്ടത് ഇവിടുത്തെ വികസനം നടന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മള് റിയാസിന്റെ ജയിക്കും. കാരണം ഇടതുപക്ഷത്തിന്റെ മണ്ഡലാണത്. കൊല്ലങ്ങളായിട്ട് മാറൂലെന്നാ പറയുന്നത്. അത് മാറാൻ സാധ്യതയില്ല. അത് ജയിക്കാന്ന് വെച്ചാല് കൊറേ കാലായിട്ട് 10 കൊല്ലായിട്ട് 2 വർഷമല്ല, 10-50 കൊല്ലായിട്ട് 10 വർഷത്തെ പോലെ. അതിന് അടുത്തയിലിപ്പോ യു ഡി എഫ് പറ്റെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇപ്പോഴത്തെ ഭരണത്തിനെ പറ്റിയിട്ടാണ്. വേറെ ഒന്നുമില്ല. ആണോ? പ്രകാശ് ബാബു ജയിക്കും. പ്രകാശ് ബാബു പറഞ്ഞ BJP സ്ഥാനാർത്ഥി. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കഴിഞ്ഞ വർഷത്തിനാണ് കൂടുതൽ വോട്ടുണ്ട്. നല്ലൊരു പ്രവർത്തകനാണ്. ജയിക്കുന്നതാണ്. ഇവിടെ അൻവറല്ല വേറെ അല്ല റിയാസിലാരാ ജയിക്കുക ഇവിടെ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെ തന്നെയാണ്. ആ വേപ്പിന്റെ ചരിത്രം അങ്ങനെ തന്നെയാണ്. പറയാൻ പറ്റില്ല. നേരെ മുൻതൂക്കം അൻവറിനുണ്ട്. ആണോ? അപ്പോ പറയാൻ പറ്റില്ല. നേരെ മുൻതൂക്കം അൻവർ ജയിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തില് മുൻതൂക്കം അൻവറിനാണ്. ആണോ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇപ്പോഴത്തെ പോലെ പ്രവർത്തനം അങ്ങനെയാണ്. ആണല്ലേ? സാധാരണ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങി ചെന്നാണ് അൻവർ. സാധാരണ പ്രവർത്തനം സഖാക്കന്മാരെ വരെ പ്രാവശ്യം അൻവറിന് വോട്ട് ചെയ്യും. അതുകൊണ്ടാ 100%. ഇവിടെ നല്ല മത്സരമാണ് കാഴ്ചവെക്കുന്നത്. റിയാസിനായിരിക്കും സാധ്യത കൂടുതൽ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കഴിഞ്ഞ 10 വർഷമായിട്ട് റിയാസാണ്. ഇവിടെ വികസനം നടന്നിട്ടുണ്ടോ? അത്യാവശ്യത്തിനൊക്കെ നടന്നിട്ടുണ്ട്. ആണോ? ജയിക്കണം എന്നാണ് ആഗ്രഹം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് 10-15 കൊല്ലായില്ലേ ഇവിടെ LDF ജയിക്കണം. ഇനി ഒരു മാറ്റം വരണം. അതുകൊണ്ടാണ്. റിയാസ് തന്നെ. റിയാസ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? റിയാസ് കുറെ വികസനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ. ആണോ? അതുകൊണ്ടാണ് ജയിക്കുന്നത്. ജയിക്കും പറഞ്ഞത്. അൻവറാണ് ജയിക്കാൻ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇവിടെ റിയാസ് വന്നിട്ട് കാരണം പുരോഗതി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അൻവർ ജയിക്കുന്ന പറയുന്നത്. എന്തുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയുന്നത്? നല്ല പ്രവർത്തനമൊക്കെ മുന്നോട്ട് പോയി എല്ലാം കണ്ണമാരി ആണോ? ഇവിടെ മാറിയിട്ടുണ്ടോ? ഇവിടെ വികസനം വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടോ? ഒന്നുണ്ട്. ഒരു മാറ്റം വരുന്നത് നന്നാവും വിചാരിക്കുന്നു. ആര് ജയിക്കണമെന്നില്ല? ഒരു മാറ്റം വരുന്നതാണ് നന്നാവല്. അതുകൊണ്ടാണ്. ആര് ജയിക്കണമെന്നില്ലാണോ? PV ജയിക്കണമെന്നില്ലാണോ? മാറ്റം വരുന്നെങ്കിൽ അങ്ങനെയല്ലേ വേണ്ടത്. അതുകൊണ്ടാണ് അൻവർ ജയിക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഒരു വികസനം ഇല്ല ഇവിടെ. അതുകൊണ്ടാണ് അൻവർ ജയിക്കണം എന്ന് പറയുന്നത്. റിയാസോ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? മുൻ MLA അത് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ്. ഇവിടെ ആരും ജനങ്ങൾ വോട്ട് ചെയ്യണ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ്? ഞങ്ങൾ എനിക്കൊരു പ്രത്യേക അഭിപ്രായം ഒന്നുമില്ല. നമുക്ക് എല്ലാവരും കണക്കാണ്. ആര് ജയിച്ചാലും കണക്കല്ലേ. ആര് ജയിച്ചാലും കണക്ക്. ദൈവം ജയിക്കണം പറയാം. ദൈവം ജയിക്കുക. ദൈവം ജയിക്കണം. അതാരാണ് ഇവിടെ? അതങ്ങനെ മനുഷ്യൻ ദൈവമായിട്ട് കളിക്കുന്ന കളിയിൽ നമ്മളൊരുപാട് കണ്ട നമുക്ക് അതിൽ താല്പര്യമില്ല. മുഹമ്മദ് റിയാസ് ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഒരു ഉറപ്പ് നമ്മളെ മന്ത്രി അതാണ്. നമ്മളെ
പിണറായി സർക്കാർ അധികാരത്തിൽ വരും, ഒരു സംശയം വേണ്ട. റിയാസ് എന്തുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയുന്നത്? റിയാസ് വികസനം ചെയ്തിക്കണ്. അതന്നെ വലിയ കിട്ടലല്ലേ. ജയിക്കുന്ന പറയണേ. ഓ തീർച്ചയായിട്ടും ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ജനങ്ങൾക്ക് ഒരു മാറ്റം വേണം ഇവിടെ. ആണോ? അതുകൊണ്ടാ? അതായത് കറന്റ് ന്യൂസ് അൻവറാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെയാണ് അതായത് ഇപ്പൊ നമ്മള് ജനങ്ങളെ ഇടയിൽ നമ്മളൊരു സാധാരണക്കാരുടെ ഇടയിൽ ആ ഒരു സംസാരം ആരും വേണ്ടില്ല. പറ്റില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെയാ? റിയാസ് ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് വികസനം കൊണ്ട് തന്നെ. ആണോ? നല്ല വികസനമാണ്. നല്ല വികസനം. UDF അൻവർ ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറഞ്ഞ ഇവിടുത്തെ പ്രവർത്തനവും ഇന്ന് വരെ ഇല്ലാത്ത സംഭവങ്ങളാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആണ്. ഓ ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് റിയാസ് അത്രയും വികസനം ഉണ്ട്. അൻവർ മതി. അൻവർ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് മതി. കാരണം നമ്മളിപ്പോ കുറെ കാലം ഇങ്ങനെ അനുഭവിക്കുന്നത് റോഡായാലും മറ്റേ എന്താ പറയാ ഇവിടുത്തെ ആരോഗ്യ മേഖലയിലും ഒക്കെ തകർന്നെടുക്കുകയാണ്. അതുകൊണ്ട് അൻവർ വേണമെന്ന് പറയുന്നത്. ഒരു മാറ്റം വേണ്ടേ? എല്ലാ കാലം പോലെ ഇപ്പൊ സഹിച്ചോളം നമുക്ക് ആർക്കും തീരെ കൊടുത്തിരുന്നു. അതുകൊണ്ട് അൻവർ വേണമെന്ന് പറയുന്നത്. അൻവർ വേണോ? അൻവറുള്ളത് ആര് ജയിക്കാനാണ്? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഒരു വികസനം ഇവിടെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ചെറിയ പ്രായം മുതൽ കാണുന്ന റോഡ്. അതുകൊണ്ടാണ് അതുകൊണ്ട് റിയാസ് തന്നെ ജയിക്കുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? റിയാസ് ഇവിടെ കൊണ്ടുവന്ന നമ്മളെ കണ്ണിന് മുന്നിൽ കാണുന്നില്ല ഓരോ കാര്യങ്ങളും വികസനത്തിന്റെ. അതുകൊണ്ടാണ് റിയാസ് ജയിക്കും. റിയാസ് ജയിക്കുള്ളൂ. റിയാസ് ജയിക്കും. റിയാസോ? എന്തുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയുന്നത്? റിയാസ് അത്രയും നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്തത്. ആണോ? അതുകൊണ്ടാണോ? നാട്ടിൽ നന്മ ചെയ്യണം, ആരായാലും ജയിക്കണം. ആരാണ്? ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നാട്ടിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. ആരാണ്? അതിപ്പോ നമ്മളിപ്പോ കേന്ദ്രത്തിൽ നോക്കുകയാണെങ്കിൽ കേന്ദ്രത്തിൽ NDA നല്ല രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ BJPന്റെ പ്രകാശ് ബാബു ജയിക്കണം എന്നാണ് അഭിപ്രായം. ജയിക്കോ? പരമാവധി ജയിക്കുമെന്നുള്ള ഉറപ്പിലാണ് നിൽക്കുന്നത് നമ്മൾ. അൻവർ ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇവിടുത്തെ കാലാവസ്ഥ മാറ്റം വരുന്നത്. ആണോ? അതുകൊണ്ടാണ്. റിയാസ് ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? റിയാസ് നല്ല കാര്യം ചെയ്തിന്. ആണോ? അതുകൊണ്ട് പറയുന്നത്. വേറെ ഒന്നല്ല, ഓരോട് അന്വേഷിച്ചാൽ ഫുള്ളായിട്ട് കിട്ടും. റിയാസ് എന്തുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയുന്നത്? റിയാസ് നല്ല വികസനമാണ് ഇവിടെ കാഴ്ചവെച്ചത്. ഇപ്പൊ ഒരാളെ എല്ലാ പാലം, ഈ റോഡ്, എല്ലാ ഇടവായി നോക്കിയാലും നമുക്ക് പോകാൻ പറ്റിയ നല്ലൊരു റിയാസാണ് നമ്മൾ കാണുന്നത്. അൻവർക്ക് ജയിക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഒരു മാറ്റം പറ്റ ബേപ്പൂരിൽ ആണ്. അതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ബേപ്പൂർകാരനാണോ? ബേപ്പൂർ ചാലിത്താരനാണ്. ശരി ശരി. എന്നുള്ളതാണ് ഇവിടെ. ജയിക്കാൻ ജനങ്ങൾക്ക് ഉപകാരപ്പെടണം. ഇതൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ ഈ മണ്ഡലത്തിൽ ആര് ജയിക്കണം എന്നല്ല, അൻവറിനാണ് ഒരു പ്രതീക്ഷ തോന്നുന്നുണ്ട്. എല്ലാം ഭാഗ്യം പോലെ. മുഹമ്മദ് റിയാസ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? മുഹമ്മദ് റിയാസ് ജയിക്കുന്നതാണ് നമ്മുടെ സാധ്യത. ആണ്. റിയാസ് ജയിക്കും. എന്തുകൊണ്ടാണ് റിയാസ് ജയിക്കുന്നത്? പറയാൻ കാരണം പെൻഷൻ, മുടങ്ങാത്ത പെൻഷന്, പിന്നെ പവർക്കെട്ടില്ല, നല്ല ഭരണം. റിയാസ് ജയിക്കും പറയുന്നത്. റിയാസ് ജയിക്കും. തീർച്ചയായും അൻവറിന്റെ ജയമാണ് ഇവിടെ ജനം ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ജനം ആഗ്രഹിക്കും. കാരണം ഈ മുഹമ്മദ് റിയാസ് ഇവിടെ മിനിസ്റ്റർ ആകുമ്പോഴും ഇവിടെ നിങ്ങൾ റോഡിന്റെ പല പോക്കറ്റ് റോഡുകളും സർവീസ് റോഡുകളും അവസ്ഥ വളരെ മോശമാണ്. ഒരു കാരണം. രണ്ടാമത്തെ ജയിക്കേണ്ടത് വേറെ ആരുമില്ല, അൻവർ ജയിക്കണം എന്നാ വിചാരിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? വേറെ ഒന്നും ഉണ്ടല്ല, മാറ്റങ്ങൾ ഒരു നല്ലതല്ലേ. എപ്പോഴും നമുക്കൊന്ന് മാറ്റി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. കുറച്ചും കൂടി നല്ല ഇതിലേക്ക് ഭരണം വരുന്നു വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ചിന്തിച്ചങ്ങനെ. റിയാസോ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഭരണവിരുദ്ധ നിലപാടൊന്നും ജനങ്ങൾക്കില്ല. ഇല്ലേ? എന്തുകൊണ്ട് ഇല്ലാതെ? ഇല്ല, എല്ലാ കാര്യങ്ങളും പൂർത്തിയായില്ലേ? ആണല്ലേ? ഓ, അപ്പൊ റിയാസ് ജയിക്കുന്ന ആഹാരം റിയാസ് ജയിക്കുന്ന സഹജീവികൾക്ക് വരെ കൊറോണ കാലത്ത് സഹജീവികളെ വരെ ശ്രദ്ധിച്ചോളാം. റിയാസ് ജയിക്കുന്ന റിയാസ് സിവറായിട്ട് ജയിക്കുമെന്ന്. അൻവർ ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇനി ഇവരെ കമ്പനി പൂട്ടാൻ ബാക്കിയൊന്നുമില്ല. പൂട്ടുമ്പനി ഫുള്ള് പൂട്ടി. അതുകൊണ്ടാണോ? കോമേഴ്സ് പോയി. അതുകൊണ്ടാണോ? വിറ്റോയി. അതുകൊണ്ടാണ്. അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് ഉറപ്പിച്ച് പറയാൻ പറ്റാതെ? പല ടീമും രംഗത്ത് ഇറങ്ങിയത് അതുകൊണ്ടാണ്. ഓ, അൻവർ ജയിക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? 10 കൊല്ലം ഒരു ഭരിച്ചിട്ട് ഒരു വികസനം കൊണ്ടുവന്നിട്ടില്ല. പൊളിക്കാനുള്ള പാലം, ഫറൂഖ് പാലം, ലൈറ്റ് പെയിന്റ് അടിക്കല്ലാണ്ട് വേറെ ഒരു വികസനം കൊണ്ടുവന്നിട്ടില്ല. അതിനോട് തന്നെയാണ്. ഇവിടെ BJP ജയിക്കാൻ പ്രയാസമുണ്ട്. പിന്നെ LDF മറ്റേ ഈ UDF ആണെന്നുള്ളതിലുള്ള ഒരു ചെറിയ ആരാണ് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇപ്പൊ. കാരണം ഇവിടെ LDFന് മോശമായിട്ട് പറഞ്ഞാലും ഉണ്ട്, നന്നായിട്ട് പറഞ്ഞു. നിങ്ങൾ ഈ മണ്ഡലത്താരനല്ലേ? ഇവിടെ വികസനം നടന്നിട്ടുണ്ടോ, മറ്റുള്ള സംഭവം നടന്നിട്ടുണ്ടോ? അതുണ്ട്. അത് മറ്റേ നമ്മളെ ഈ കുറെ കാര്യങ്ങളുണ്ട് ഇവിടെ. ഈ നമ്മളെ ഈ പാലത്തിന്റെ തൊട്ടപ്പുറം കാട് പിടിച്ച് കിടക്കേന്, കാട് പിടിച്ച് നാശമായി കിടക്കണം. അവിടെ ഒരു പാർക്കാക്കി മാറ്റി. കുട്ടിയൊക്കെ വികസനം നടന്നിട്ടുണ്ടോ? ഇവിടെ ആരാ ജയിക്കേണ്ടത്? ഇവിടെ ജയിക്കേണ്ടത് ഇവിടെ റിയാസ് ജയിക്കാനാണ് സാധ്യത. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാസ് ചെയ്ത കുറെ നല്ല കാര്യങ്ങളല്ലേ. അതുകൊണ്ടാണോ സാധ്യത? സാധ്യത അതെന്തുകൊണ്ടാ ഒന്നും പറയാൻ പറ്റാതെ? അതൊന്നും പറയാൻ എന്തുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റാതെ? എന്റെ വോട്ടിൽ വെച്ച് പറയാൻ പറ്റില്ല. ആ സ്ഥാനത്ത് മറ്റുള്ളവർ വോട്ടിച്ചോ നിങ്ങൾ വോട്ടിച്ചോ അപ്പൊ അത് പറയാൻ പറ്റില്ല. ഇവിടെ റിയാസ് ജയിക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? റിയാസിന്റെ ഭരണം നല്ല കാഴ്ചയാണ്. അതുകൊണ്ടാണ് റിയാസ് ജയിക്കുന്ന പറയുന്നത്.
ജയിക്കേണ്ട ഇവിടെ ഇപ്പൊ ആരാ പറയാ, ഇവിടെ LDF കൂടുതൽ ലീഡുള്ള മണ്ഡലമാണ്. അപ്പോ എല്ലാരും പറയണ റിയാസ് ജയിക്കുന്നതാണ്. പക്ഷെ നമ്മളൊരു വിശ്വാസം അൻവർ ജയിക്കാനാണ് സാധ്യത. അതുകൊണ്ട് അങ്ങനെ പറയില്ലേ? അത് ഒരു അൻവറിനോടുള്ള ഒരു സ്നേഹം, അത്ര തന്നെ. എന്ത് സ്നേഹമാണ്? അതൊരു സ്നേഹം. അങ്ങനെയാണ്. അവിടുന്ന് ഇങ്ങോട്ട് വന്ന ഒരു സ്നേഹം ആണല്ലേ? അതെ. നമ്മള് അൻവർക്ക എന്തുകൊണ്ട് അൻവർക്കാന്റെ പേര് പറയണേ? മൂപ്പര് നിലമ്പൂരിൽ പല വികസനം കൊണ്ടുവന്ന ആളാ. സ്കൂൾ കുട്ടികൾക്ക് 10-25 ബസ് ഇറക്കിയാണ്. അവിടെ പല വികസനം കൊണ്ടുവന്ന ആളാ. അപ്പൊ നിലമ്പൂർ ഇവിടെ ജയിച്ചാലും മൂപ്പര് എല്ലാവർക്കും വരുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് എല്ലാവർക്കും. ബേപ്പൂർ മണ്ഡലം ഒന്നും പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? രണ്ടുപേരും പ്രഗത്ഭരാണ്. എന്നാലും കൂടുതലും പ്രതീക്ഷ റിയാസ് ജയിക്കാൻ തന്നെയാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇപ്പൊ കഴിഞ്ഞ 10 വർഷത്തോളായിട്ട് ഇവിടെ അത്യാവശ്യം വികസനം കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് റിയാസ്. അതുകൊണ്ട് ജയിക്കാൻ സാധ്യത ഉണ്ടെന്നാ പറയുന്നത്. റിയാസ് ജയിക്കാൻ. റിയാസോ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? പറയാൻ കാരണമുണ്ട്. അങ്ങനെ കാരണമുണ്ടാ? ഉണ്ട്. നല്ല കടുത്ത മത്സരം. ആരാ ജയിക്കാൻ സാധ്യത? സാധ്യത തന്നെ പറയാൻ പറ്റൂല. അങ്ങനെ എന്തുകൊണ്ടാ പറയാൻ പറ്റാത്ത ഐറ്റംസ്? അതെ, നല്ല മത്സരം ആണോ? നല്ല മത്സരം. ഇവിടെ ടൈറ്റ് മത്സരം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് ഇതുവരെ അങ്ങനെ ഒരു വാശി ഇവിടെ കണ്ടിട്ടില്ല. ആര് ജയിക്കണം എന്നുള്ളതാണ് ഇവിടെ ഒരു മാറ്റം വേണം എന്നുള്ളതില്ല. അതുകൊണ്ടാണ് അൻവർ തന്നെ ജയിക്കാൻ സാധ്യത ആണ്. ഭൂരിപക്ഷം കുറഞ്ഞാലും അൻവർ ജയിക്കാനുള്ള സാധ്യത ഉണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇവിടെ ഒരു മാറ്റം ആവശ്യമാണ്. അതുകൊണ്ടാണ്. ചോദ്യം എന്ത് ചോദിക്കാൻ 20 ഭൂരിപക്ഷം റിയാസിലുണ്ട്. അത് കഴിച്ചു കിട്ടണ്ടേ? അതിന് പറഞ്ഞില്ല. ആര് ജയിക്കുന്ന? നിങ്ങൾ കൈ താത്തിക്കോളൂ. ആര് ജയിക്കുന്ന? നമുക്ക് പറയാൻ കഴിയില്ല. അല്ലേ, 25 ഭൂരിപക്ഷം ഉണ്ടോ അവർക്ക് കഴിഞ്ഞ 5 മുമ്പ്? മറികടക്കണ്ടേ അല്ലേ? ആര് ജയിക്കുന്ന? പറയാൻ പറ്റില്ല. അൻവർ വരണം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? വികസനം കിട്ടട്ടെ. റിയാസ് ജയിക്കാനാണ് സാധ്യത. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവനെ കൊണ്ട് നല്ല ഉപകാരമുണ്ട്, നല്ല വികസനം ഉണ്ട് ബേപ്പൂർ മണ്ഡലത്തിൽ. അതുകൊണ്ടാണ്. ഒന്നും നോക്കാനില്ല. മുഹമ്മദ് റിയാസ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? മുഹമ്മദ് റിയാസ് വികസനമായിരുന്നത് LDF അടിപൊളി വികസനം. ആര് ജയിക്കണം എന്നുള്ള? പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നു, മുഖ്യമന്ത്രി. ഒരു അൻവർ കുറച്ച് സാധ്യത കാണുന്നുണ്ട്. എന്തുകൊണ്ടാ? മൊത്തത്തിലുള്ള ഒരു സംസാരം ഇവിടുത്തെ കടകളില്, പിന്നെ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ. അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയണേ? അദ്ദേഹത്തിന്റെ പേര് പറയാൻ കാരണം കുറെ വികസന പ്രവർത്തനങ്ങളിലൊക്കെ ഉപരി സജീവമായിട്ടുണ്ട്. ജനങ്ങളില് കൂടുതലായിട്ട് ഓരോ കാര്യങ്ങള് ഇപ്പൊ കാണുന്നുണ്ടല്ലോ, ഓരോ ബേപ്പൂര് അങ്ങനെ. ഞങ്ങൾ അതുകൊണ്ടാണ് നോക്കുമ്പോഴത്തേക്ക് അന്നൂറാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഈ ചുറ്റുപാട് നോക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ വർഷങ്ങളായിട്ട് വികസനമായിട്ട് ഇവിടെ ഒന്ന് നടക്കും. അതുകൊണ്ടാണ്. അതാണ് സാധ്യത. 2 ചാൻസ് ഉണ്ട്. ആയിക്കോട്ടെ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആര് ജയിക്കാനാണ് സാധ്യത? കോൺഗ്രസ് ജയിക്കാനാണ് സാധ്യത. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ബൈ ചാൻസ് അങ്ങനെയാണ്. അങ്ങനെയാണ്. ജയിക്കുക റിയാസ് തന്നെ ജയിക്കുക. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കണ്ടില്ലേ 10 കൊല്ലം കൊണ്ട് എന്തൊക്കെ നടത്തിയതെന്ന് കണ്ടില്ലേ? റിയാസ് ജയിക്കുന്ന പറയുന്നത്. ജയിക്കുന്ന പറയണത് റിയാസ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? റിയാസ് ഇവിടെ കുറെ ഇവിടെ പരിസ്ഥിതിയിൽ നല്ല ഗുണമായ രീതിയിലാണ് പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ളത്. ജയിക്കാനാണ് സാധ്യത. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് ഭൂരിപക്ഷമൊക്കെ നോക്കിയിട്ടുള്ള ഒരു പറച്ചിലാണ്. എന്താ വെച്ചാൽ ആര് വരണം എന്നുള്ളതാണ്. അൻവർ വരട്ടെ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അല്ല, കുറെ കാലമായില്ലേ ഒരു ഭരിക്കണ് CPM. അതിനിപ്പോ അൻവരും ഭരണം ഒന്ന് മാറി നോക്കട്ടെ. അങ്ങനെയാണ്. അങ്ങനെ വരട്ടെ. ഓക്കെ. അൻവർ വരട്ടെന്ന് പറയുന്നത്. അൻവർ വരട്ടെ. റിയാസ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അയാൾ കുറെ വികസന പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ജയിക്കുന്നു പറയുന്നത്. അതെ അതെ. രണ്ടാളും ഉണ്ടാവും. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ്? റിയാസ് ജയിക്കുന്ന കാര്യമാണോ? എന്റെ ഇതൊക്കെ അങ്ങനെയാണല്ലോ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇവിടെ വികസനം ചെയ്തതിന് കുറെ. ആണോ? ഇവിടെ അൻവർ വൻ ഭൂരിപക്ഷത്തില്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അൻവർ എപ്പോഴും ഒരു ചാലഞ്ച് ചെയ്ത് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് അവന് ഈ മണ്ഡലം എങ്ങനെയായാലും പിടിച്ചെടുക്കും. അങ്ങനെയാണ്. അതായത് യാതൊരു സംശയവുമില്ല. അങ്ങനെയാണ്. ഇവിടെ മുഹമ്മദ് റിയാസ് ജയിക്കും. മുഹമ്മദ് റിയാസ് ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത്രയും നല്ല വികസനമല്ലേ ഇവിടെ വേപ്പൂരുണ്ടാക്കി. അതുകൊണ്ടാണോ ജയിക്കുന്നു പറയുന്നത്? ആ തന്നെ ഇവിടെ ജയിക്കാൻ സാധ്യത ഇപ്പോഴത്തെ കണ്ടീഷനിൽ നോക്കുകയാണെങ്കിൽ റിയാസ് തന്നെ ആയിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് അവൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണ്. അതെ. മുഹമ്മദ് റിയാസ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഏറ്റവും കൂടുതൽ കേരളത്തിൽ വികസനം കണ്ടാൽ തന്നെ പോരെ. ഇന്നത്തെ ഏറ്റവും കൂടുതൽ റോഡുകളും പാലങ്ങളും ബേപ്പൂർ ഇവിടെ പോയാൽ തന്നെ പുളിമൂട്ടിൽ പോലെ ആ വികസനത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. ഹോസ്പിറ്റൽ ജയിക്കണം എന്നാ പറയുന്നത്. ജയിക്കുമല്ലേ റിയാസ്ക? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഒരുപാട് പുരോഗമനം ഉണ്ടല്ലോ ബേപ്പൂർ എന്ന് പറഞ്ഞാൽ. ചാലിയം ബേപ്പൂരൊക്കെ റോഡ് വികസനം, പാർക്കിംഗ്, ഒരുപാട് മാറ്റങ്ങളുണ്ട്. റിയാസ് ജയിക്കുന്ന പറയുന്നത്. തീർച്ചയായിട്ടും ജയിക്കുക എന്നുള്ളതാണ് ബേപ്പൂര്. റിയാസ് ആണോ അൻവറാണോ അതോ ബാബു ആണോ? ആരായിരിക്കാം? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനത്തെ ടീമാണ്. അങ്ങനത്തെ ടീമാണോ? ഇവിടെ ഇപ്രാവശ്യം അൻവറിന് ചെറിയൊരു സ്കോപ്പ് കാണുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്?
കാരണം ഇവിടെ ജനങ്ങൾക്കുള്ള അടിസ്ഥാന വികസനങ്ങളില്ല. പിന്നെ ഈ ടൂറിസം വകുപ്പിലുള്ള വികസനം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മളെ താലൂക്ക് ഹോസ്പിറ്റലായാലും അവിടെ ഗർഭിണികൾക്കുള്ള സംവിധാനങ്ങളില്ല. ഒരു വലിയൊരു ബിൽഡിംഗ് എടുത്തിട്ട് അതിലേക്ക് കറക്റ്റ് ഡോക്ടർമാരില്ല. പിന്നെ അതുകൊണ്ടാണ് അത്രയും ഒരു 30 സെക്കൻഡ് പോകാൻ വേണം, അവിടെ വരെ വരുള്ളൂ കേട്ടോ. പേപ്പർ മാനേജ്മെന്റ് റിയാസ് തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ റിയാസ് എന്ന് പറയുന്നത്. റിയാസ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്. ആണോ? അതുകൊണ്ട് ജയിക്കുന്ന പറയുന്നത്. ജയിക്കും. സാധ്യത റിയാസ് ജയിക്കാനാണ്. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അത് പറയാൻ എന്താ അറിയോ, പിന്നെ ഭൂരിപക്ഷം ലേശം കുറയും, ജയിക്കാൻ റിയാസ് ജയിക്കാനുള്ള സാധ്യത ആണ്. പിന്നെ ബാക്കിയൊക്കെ ജനങ്ങൾ തീരുമാനിക്കും. വരണം ഇപ്പോ UDF വരണം എന്നാണ് ആഗ്രഹം. പറഞ്ഞോളൂ. UDF വരണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ട് അങ്ങനെ പറയും. ഇപ്പത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇവിടെ എന്തായാലും റിയാസ് തന്നെ ജയിക്കുള്ളൂ എന്നാണ് എന്റെ ഒരു കണക്കൂട്ടല്. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. പറയാൻ കാരണം ഇപ്പൊ ഇതിന് മുന്നത്തെ ഭരണം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ റിയാസ് കൊണ്ടുവന്നിക്കണ്. അന്നേരം റിയാസ് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവന്നിക്കണ്. മാറ്റം വരട്ടെ എന്ന് എല്ലാവരും പറയും. ഇതിന് മുൻപ് മാറ്റങ്ങൾ വന്നിട്ടൊന്നും ഉണ്ടായില്ലല്ലോ. പക്ഷെ ഇപ്പൊ വന്ന മാറ്റത്തിൽ കുറെയൊക്കെ ഞാൻ സംതൃപ്തനാണ് ഞാൻ. അതുകൊണ്ട് റിയാസ് ജയിക്കും, മിക്കവാറും ജയിക്കാൻ ചാൻസ്. കാരണം ഇവിടെ റിയാസ് ആണ് ജയിക്കുക. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. റിയാസ് കുറെ വികസനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജയിക്കുന്ന പറയുന്നത്. ജയിക്കും, തീർച്ചയായിട്ടും ഇവിടെ ജയിക്കും. റിയാസ് തന്നെയാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്. ഭരണം അങ്ങനെ നല്ല ടൂറിസ്റ്റ് ഇതിലെല്ലാം വികസനമാണ് ഇവിടെ. ആണോ? ജയിക്കുന്ന പറയുന്നത്. ജയസാധ്യത റിയാസിനായിരിക്കും. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അത്യാവശ്യം കുറച്ച് വികസനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തോന്നുക. ഇവിടെ നല്ല ഒരു എന്താ പറയാ, അത്യാവശ്യം ജനങ്ങൾ ഇളകിയിട്ടുണ്ട്. ജനങ്ങൾക്ക് ഒരു ഇളക്കം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ മാറ്റം ഒരുപക്ഷെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ ആര് ജയിക്കണം എന്നുള്ള? അത് അൻവർ ജയിക്കണം എന്നാണ് മനസ്സിലാഗ്രഹം. അങ്ങനെയാണ്. റിയാസ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്. അയാളാണ് ഇവിടുത്തെ ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥി, നല്ലൊരു മന്ത്രി. എല്ലാ കാര്യം കൊണ്ടും നമ്മുടെ നാടിനെ നല്ല രീതിയിലാക്കിയത് അയാളാണ്. UDF. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്. കഴിഞ്ഞ ഭരണം അങ്ങനെ മോശമാണ്. അതുകൊണ്ടാണ്. അത് അൻവർ. എന്തുകൊണ്ട് അൻവറിന്റെ പേര് പറയണേ. അൻവറിന്റെ പേര് പറഞ്ഞാൽ കുറെ വികസനം കുറച്ചുകൂടി നന്നായി ചെയ്യുന്ന പറയുന്നത്. കോൺഗ്രസ് വരുന്നത്. എന്തുകൊണ്ടാണ്. അതൊന്നല്ല പറയാൻ മാറ്റം നോക്കുന്നില്ല. റിയാസ് ജയിക്കാനാണ് സാധ്യത. അതെന്തുകൊണ്ടാ പറയണേ. വെച്ച് നോക്കുമ്പോ അങ്ങനെയാണ്. റിയാസോ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്. റിയാസ് നല്ല വ്യക്തിയാണ്. അതുകൊണ്ടാണോ ജയിക്കുന്ന പറയുന്നത്. ജയിക്കൂ റിയാസ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്. റിയാസ് നല്ല വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണോ ജയിക്കാൻ സാധ്യത. ഇതിവിടെ മുഹമ്മദ് റിയാസ് ജയിക്കാനാണ് സാധ്യത. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. വികസനത്തിന്റെ ഒരു കാഴ്ചപ്പാട് അനുസരിച്ച് അങ്ങനെയാണ് കാണുന്നത്. അങ്ങനെയാണോ. ജയിക്കേണ്ടത് നമ്മളെ റിയാസ് തന്നെയാണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്. ഇവിടെ 10 വർഷം മുമ്പേ നമ്മളെ റോഡ് തന്നെ പരിശോധിച്ചാൽ മനസ്സിലാവും. കുണ്ടും കുഴിയായിട്ട് നമുക്ക് മര്യാദയ്ക്ക് ഒരു വണ്ടി ഓടിച്ചു പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതിനൊക്കെ വ്യത്യാസമായിട്ട് ബിസിനസ് രംഗത്തൊക്കെ, ഞാനൊരു ബിസിനസ്സുകാരനാണ്. ബിസിനസ് രംഗത്ത് നമുക്കൊരു സാമ്പത്തിക പ്രയാസം വന്ന സമയത്ത് നമ്മളെ വ്യവസായ വകുപ്പ് നന്നായി സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് റിയാസ് വരണമെന്ന് പറയുന്നത്. ആര് ജയിക്കുന്നുള്ളത് വോട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. താങ്കളുടെ അഭിപ്രായം എന്താ അഭിപ്രായം പറയാൻ, ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിന്റെ അഭിപ്രായം പറയാൻ പാടില്ല. അഭിപ്രായം പറയുന്നില്ല. അഭിപ്രായം ആര് ജയിക്കണം എന്നുള്ളതും പറയാൻ പറ്റില്ല. അങ്ങനെയാണോ. അതുകൊണ്ടാ പറയാതെ. ബലാബലായിട്ടാണ് ഇപ്പൊ കാണുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്. കുറച്ച് മുൻതൂക്കം റിയാസിനാണ്. അതുകൊണ്ടാണ് റിയാസിനാന്ന് പറയുന്നത്. റിയാസിന് കുറച്ച് സംവിധായകര് കൂടുതലാണ് ഇവിടുത്തെ പ്രവർത്തനം കൊണ്ടും എല്ലാം കൊണ്ടും. അതുകൊണ്ടാണ് റിയാസ് വരുന്ന പറയുന്നത്. റിയാസ് വരുമെന്നുള്ളത് ഇവിടെ എല്ലാവരും ജയിക്കണം. ഇവിടെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്തവർ ജയിക്കണം. അത്രേ ഉള്ളൂ. മത്സരമാണ് ഇവിടെ നടക്കുന്നത്. വേപ്പൂർ നല്ല ടൈറ്റ് മത്സരമാണ്. ചിലപ്പോ അറിഞ്ഞൂടായില്ല. അങ്ങനെ നല്ല ടൈറ്റ് മത്സരമാണ്. അൻവർ ജയിക്കൂ, ജയിച്ചു പോവും. വികസനം വളരെ കുറവാണ്. വട്ടക്കിണർ മുതൽ വേപ്പൂര് വരെ ഒരു വികസനം. അതുകൊണ്ടാണ് അൻവർ ജയിക്കണം എന്ന് പറഞ്ഞത്. റിയാസ് ജയിക്കണം. എന്തുകൊണ്ടാണ് റിയാസിന്റെ പേര്. റിയാസ് ജയിക്കാൻ വല്ല മറ്റേ വികസനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ജയിക്കണം. റിയാസ് ജയിക്കണം. റിയാസിന്റെ പേര് എന്തുകൊണ്ടാ പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരാൾ നമ്മുടെ താല്പര്യം ആണ്. അതുകൊണ്ടാണ്. മൂന്നാളൊരാൾ ജയിക്കും. ആയിക്കോട്ടെ. ഞങ്ങളെ കാഴ്ചപ്പാടിൽ ആര് ജയിക്കുന്നില്ല. റിയാസ് ആണോ അൻവറാണോ ആര് ജയിക്കുന്നത്. റിയാസാണ്. അതുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയുന്നത്. അല്ല, ഇവിടെ എല്ലാവരും വലിയ ഇതിൽ കാണുന്നുണ്ടല്ലോ. ആണോ. അതുകൊണ്ടാണോ. ഇവിടെ റിയാസ് ജയിക്കും തന്നെയാണ്. വികസനം മൊത്തം റിയാസിന്റെ വകുപ്പിൽ. ഇവിടെ വേപ്പൂര് പുളിമുട്ടും കാര്യങ്ങളൊക്കെ റിയാസിനുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. റിയാസ് ഇവിടെ വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ കൊണ്ടാണ് പറയുന്നത്. നിലമ്പൂരിന് വന്ന ആളല്ല, ഇവിടെ ഉള്ള ആളാണ്, നാട്ടുകാരനാണ്. ഞാനിപ്പോ എന്താണ് PV അൻവർ തന്നെ കൊണ്ടുപോകല്ലേ. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. മാറ്റങ്ങളല്ലേ വരേണ്ടത് നമുക്ക്. 10 വർഷമായില്ലേ അവരെന്നെ ഭരിക്കുന്നത്. അതുകൊണ്ട് PV അൻവർ വരണം. PV അൻവർ വരണം. ഇവിടെ റിയാസ് തന്നെ LDF തന്നെ വരിക. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്.
അല്ല അവരുടെ കാഴ്ചപ്പാടും മന്ത്രിയായിട്ട് കുഴപ്പമില്ലാത്തൊരു പരിപാടികളൊക്കെ ഇവിടെ വികസനമൊക്കെ ഉള്ളതുകൊണ്ടും അതുകൊണ്ട് വരുമെന്ന് പറയുന്നത്. വരാനുള്ള സാധ്യത കൂടുതൽ. പ്രയാസവും നമുക്ക് ആര് ജയിച്ചാലും കുഴപ്പമൊന്നുമില്ല. ആര് ജയിക്കണം എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞാലിപ്പം ബേപ്പൂർ മണ്ഡലത്തിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങളിലേക്കാണ് ഇങ്ങനെ കൊണ്ടുപോയത്. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ അധികമായി വരുന്ന ബൈറ്റുകളെല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം.